നമസ്തേ. മെയ് മാസം ലോകമെമ്പാടും മാനസിക ആരോഗ്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്ന മാസമായി ആചരിച്ചു വരികയാണ്. 1949 അമേരിക്കയിലാണ് ഇത് ആരംഭിച്ചത്. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ എന്താണ്? കഴിഞ്ഞ 2023 പ്രസിദ്ധീകരിച്ച ഒരു ജേണൽ പ്രകാരം 10 മുതൽ 37% വരെ ആളുകൾ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മുടെ മാനസികാരോഗ്യം കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ വളരെ വിപുലമായ പരിപാടികളാണ് ആര്യധാര ആയുർനികേതൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാനസികാരോഗ്യം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിന് സാമൂഹിക തലത്തിലും വിവിധ സംഘടനകളുമായി ചേർന്ന് പ്രൊഫഷണൽസിൻ്റെ ഇടയിലും പൊതുജനങ്ങൾക്കിടയിലും ട്രൈബൽസിനിടയിലും എല്ലാം ഇറങ്ങിച്ചെന്ന് അവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്ന തരത്തിലും അതുവഴി രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടുന്ന തരത്തിലും എത്തിക്കാൻ കഴിയുന്ന വിവിധ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട പ്രീ പ്രോഗ്രാം വർക്ക്ഷോപ്സ് 2 കഴിഞ്ഞു. ഒന്നാമത്തേത് നാഷണൽ ലെവലിൽ രാജ്യത്തുടനീളമുള്ള ആയുഷ് പ്രാക്ടീഷണേഴ്സിന് വേണ്ടി ഓൺലൈൻ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിരുന്നു. അത് വിജയകരമായി 27-ാം തീയതി പൂർത്തിയാക്കി. ഏപ്രിൽ 30-ാം തീയതി സംസ്ഥാനത്തിലെ എല്ലാവർക്കും മലയാളികൾക്ക് വേണ്ടി പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു മാനസികാരോഗ്യ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിരുന്നു. അതും ഓൺലൈനായിട്ട്. ഇതിൽ പങ്കെടുത്ത പലരും അവരവരുടെ സ്ഥലങ്ങളിൽ മാനസികാരോഗ്യത്തെ ഉയർത്തുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ ഓർഗനൈസ് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. മെയ് മാസത്തിൽ അത്തരം വിവിധ പരിപാടികൾ തുടരാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അതുകൂടാതെ മാനസിക ആരോഗ്യത്തിനെ എങ്ങനെ നിലനിർത്താം, ജീവിതശൈലികൾ മാറ്റി, ആഹാര രീതികൾ മാറ്റി, യോഗ, പ്രാണായാമം എന്നിവ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾപ്പെടുത്തി എങ്ങനെ നമുക്ക് മാനസികാരോഗ്യം നിലനിർത്താം, മെച്ചപ്പെടുത്താം എന്നത് ബോധവൽക്കരണം നടത്തുന്നതിനായി ഫ്രീ കൺസൾട്ടേഷൻ ക്ലിനിക്, കൺസൾട്ടേഷൻ ഒപികൾ നമ്മൾ ആരംഭിച്ചിരിക്കുന്നു. ഈ മെയ് മാസത്തിലെ എല്ലാ ബുധനാഴ്ചകളിലും സൗജന്യ കൺസൾട്ടേഷൻ, സൈക്യാട്രിക് പ്രിവെൻഷനും സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റിനും വേണ്ടിയുള്ള സൗജന്യ കൺസൾട്ടേഷനും മരുന്ന് വിതരണവും നമ്മുടെ ആര്യധാര ആയുർനികേതനിൽ വെച്ച് നടത്തുന്നുണ്ട്. അതുകൂടാതെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ, അതായത് വിദ്യാർത്ഥികൾ, അധ്യാപകർ, മറ്റ് പ്രൊഫഷണൽസ്, ഇവർക്ക് വേണ്ടി പ്രത്യേകം പരിപാടികൾ, മാനസികാരോഗ്യ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് സമൂഹത്തിൻ്റെ, രാജ്യത്തിൻ്റെ മാനസികാരോഗ്യത്തിനായി പ്രവർത്തിക്കാം. അതുവഴി സമൂഹത്തിൻ്റെയും നമ്മുടെയും രാജ്യത്തിൻ്റെയും അഭിവൃദ്ധിക്കായി ഒരുമിച്ച് പരിശ്രമിക്കാം. നിങ്ങൾ നടത്തുന്ന ഓരോ പരിപാടിയിലും ഞങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. അതുപോലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ സഹായവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.